ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാസ്റ്റ് ഫുട്ബോൾ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ശക്തരായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം, ഫിഫ വേൾഡ് കപ്പ് മത്സരം തുടങ്ങിയത് മുതൽ ഇരു ടീമുകളും സ്പെയിൻ ആദ്യ മത്സരത്തിൽ കേപ്പ് വർദ്ധവയുമായി സമനില കൈവരിച്ചുവെങ്കിലും പിന്നീടുള്ള മത്സരങ്ങളിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെ വിജയങ്ങൾ നേടിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു ടീമാവുന്നു. അതുപോലെ തന്നെ ഫ്രാൻസ് ആണെങ്കിലും ശക്തമായ മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടാണ് തങ്ങളുടെ ആദ്യ മത്സരം മുതൽക്ക് തന്നെ ശക്തമായ വരവ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ ഇതുവരെ സെമി ഫൈനൽ വരെ എത്തിയിട്ടുള്ളത്. ഈ മത്സരം നടക്കുന്നത് ഇന്ന് രാത്രി 11 മണിക്ക് UAE സമയം, അതായത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 ഈ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഫൈനലിസ്റ്റുകളായ ഫ്രാൻസാണ് ഫൈനലിൽ പ്രവേശിച്ച ടീമാകുന്ന ഫ്രാൻസ് ഫൈനലിൽ ടൈ ബ്രേക്കറിലാണ് അർജന്റീനയോട് അവർ പരാജയപ്പെട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ നഷ്ടപ്പെട്ട വേൾഡ് കപ്പ് തിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ വേൾഡ് കപ്പിനെത്തിയിട്ടുള്ള ഫ്രാൻസ് ഇന്നും ശക്തമായ മത്സരം തന്നെ പുറത്തെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം സ്പെയിൻ ആണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ആകെ ഒരൊറ്റ ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. ശക്തമായ ഒരു ഡിഫൻസീവ് പ്ലേയേഴ്സ് ഉള്ള ഒരു ടീമാവുന്നു സ്പെയിനും. എന്തായാലും വാശിയേറിയ ഒരു മത്സരമായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കരുത്തരായ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരം എന്തായാലും ഗ്രൗണ്ടിൽ തീപ്പൊരി പാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇരു ടീമുകളും പരസ്പരം കളിച്ച അവസാന 5 മത്സരങ്ങളുടെ റിസൾട്ടുകളൊന്ന് നോക്കാം. ഇരു ടീമുകളും അവസാനം മത്സരിച്ച 5 മത്സരങ്ങളിൽ 3 മത്സരത്തിൽ വിജയം സ്പെയിനിനൊപ്പമായിരുന്നെങ്കിൽ 2 മത്സരത്തിൽ ഫ്രാൻസാണ് വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അവസാനമായി ഇരു ടീമുകളും മത്സരിച്ചത് നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ നേഷൻസ് ലീഗ് മത്സരത്തിലാണ് ഇരു ടീമുകളും പരസ്പരം മത്സരിച്ച. ആ മത്സരത്തിൽ 4 ഗോളിനെതിരെ 5 ഗോളുകൾക്ക് സ്പെയിൻ വിജയിക്കുകയായിരുന്നു. ഇനി ഇരു ടീമുകളുടെയും അവസാന 5 മത്സരങ്ങളുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്പെയിൻ അവസാനം മത്സരിച്ച 5 മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. അതേസമയം ഫ്രാൻസ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേൾഡ് കപ്പിൽ ഒരു മത്സരങ്ങളും പരാജയപ്പെടാതെ, അതായത് എല്ലാ മത്സരങ്ങളും വിജയിച്ചുകൊണ്ടുമാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ശക്തമായ ഒരു മത്സരം തന്നെ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.